തിരുവനന്തപുരം ബാലരാമപുരത്ത് തോട്ടിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. പെരിങ്ങമല ആത്മബോധിനി സ്വദേശിനി സുകുമാരിയമ്മയാണ് മരിച്ചത്. ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അലക്സ് റാമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അലക്സ്, ഉന്മേഷ, ബാലരാമപുരം പെരിങ്ങമല നാഗർ ക്ഷേത്രത്തിന് സമീപം തോട്ടിലാണ് വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉച്ചയോടുകൂടിയാണ് കണ്ടെത്തിയത്. പെരിങ്ങമല ആത്മബോധിനി സ്വദേശി സുകുമാരി അമ്മയാണ് മരിച്ചത്. 94 വയസ്സാണ് ഇവർക്ക്. ഇവർ ഈ പ്രദേശത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇളയ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇളയ മകളുടെ വീടാകട്ടെ ഈ തോടിന് വശത്താണ്. ഇന്നലെ ഉച്ച മുതൽ സുകുമാരി അമ്മയെ കാണാനില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. മക്കൾ ഇന്ന് ബാലരാമപുരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാരാണ് ഈ തോട്ടിൽ, അത് വൃത്തികേടായി കിടന്ന കാട് മൂടിക്കിടന്ന തോടാണ്. നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ ഈ തോട്ടിൽ പരിശോധന നടത്തി. കാട് മറ്റുമൊക്കെ വെട്ടിത്തെളിച്ചാണ് നാട്ടുകാർ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് സുകുമാരി അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എത്തിയത് സുകുമാരി അമ്മയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തോട്ടിൽ കാൽ വഴുതി വീണതാകാം എന്നാണ് പ്രാഥമികമായ സംശയം പോലീസിനുള്ളത്. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോട്ടിൽ ഒഴുക്ക് കൂടുതലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റു വശങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉന്മേഷം, ശരി. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.